We are entering to Alberta in Canada. Now this is the country we are switching now. ഇനി അടുത്ത 3 ദിവസം ഞങ്ങൾ ഇതിൽ കൂടെയാണ് ഓടിക്കാൻ പോണത്, കാനഡയിൽ കൂടെയാണ് ഓടിക്കാൻ പോണത്. അഗൈൻ ലാൻഡ്സ്കേപ്പ് നോക്കിക്കഴിഞ്ഞാൽ മൊണ്ടാന ഇവിടെ ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി എല്ലാം കിലോമീറ്റർ ആകും. നേരത്തെ ഞങ്ങൾ മൈലിലാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാം കിലോമീറ്ററിലേക്ക് മാറി. നേരത്തെ MI ആയിരുന്നു, ഇപ്പോൾ KM എന്നാക്കി. അപ്പം ഇനി എല്ലാം കിലോമീറ്ററിലോട്. മാക്സിമം സ്പീഡ് 100 km/h. സോ നമുക്കത് സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ പണിയാവും. എന്താണ് ഈ പറയാം, ഭയങ്കര സ്ലോ ഡ്രൈവാണ്, ബോറിംഗ് ആണ്, ഒന്നുമില്ല ഇവിടെ. ഉറങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക എല്ലാവരും. ഒരാൾ കിടന്നു കഴിഞ്ഞു, ഇനി ആലോചിക്കണോ ഉറങ്ങണോ വേണ്ട. അങ്ങനെ ഇവിടെ ഒരു ലെവൽ ക്രോസിൽ ഒന്ന് സ്റ്റക്കായൊക്കെയാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല, അമേരിക്കയിൽ അല്ലെങ്കിൽ കാനഡയിലും ഉണ്ട് ലെവൽ ക്രോസ്. ഓക്കെ, വി ആർ എൻറ്ററിങ് ഇൻ ടു കാൽഗറി. നൗ വി ആർ ഇൻസൈഡ് ദ സിറ്റി. സ്ലോലി ഫൈൻഡിങ് എ പ്ലേസ് ടു ഈറ്റ്. വല്ലതും കഴിക്കാനുള്ള ശ്രമത്തിലാണ്. ബാക്കി ഒരു 7-8 മണിക്കൂറും കൂടി ഇനിയും ഓടിക്കാനുണ്ട്. കാൽഗറി ഡൗൺ ടൗൺ വഴി കയറുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ സിറ്റി പോലെ തന്നെ ഇരിക്കും, അല്ലാണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയ്ക്ക് സ്വന്തമായിട്ടൊരു കാർ ബ്രാൻഡ് ഇല്ല. കാര്യം കാനഡയിൽ വരുന്ന കാറുകളൊക്കെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണത് അല്ലെങ്കിൽ അമേരിക്കൻ ബ്രാൻഡ്. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ കാറുണ്ട്, ടാറ്റ ഉണ്ട്. ധോണി എൻ്റെ മൂത്തകൾ അങ്ങനെ റെഡിയായിട്ട് നിൽക്കണം. എൻ്റെ അകത്തേക്ക് കയറണം. വിനി അകത്തേക്ക് കയറി പോയി. അപ്പോൾ അത് പറയും. ഇത് കാൽഗറിയിലാണ്. വെരി ഡീസൻറ്റ്. ഒരു പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് എന്തൊരു ഒരു മോട്ടലിൻ്റെ കണ്ടൊരു സൈഡിലായിട്ടാണ് ഈ സ്ഥലം. എനിവേ ഡീസൻറ്റ്. ഞങ്ങൾ കാൽഗറി വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് വളരെ നല്ല ഉറക്കമായി. ഇനി വണ്ടി ഓടിച്ചോണ്ടില്ല. സ്റ്റിൽ farming and long roads. Came out of highway. Now I think it is some state highways we are taking. Because this is the direction we are getting from Google. You can see some trains going. It's all oil. We're stuck behind this big, I think some kind of feed. 6 മണിക്കൂറിൽ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഹോട്ടലിലെത്തും. കുതിര, കഴുത, അങ്ങനെ ചില ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട്. ഫാം കുറഞ്ഞപ്പോൾ കൂടുതൽ ഒരു ഫോറസ്റ്റി ടൈപ്പ് ലാൻഡ്സ്കേപ്പ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ പശുക്കളൊക്കെ ധാരാളം ഇപ്പോഴും ഉണ്ട്. ഈ സിംഗിൾ ലൈനിൻ്റെ പ്രശ്നം ഇതാണ്. സിംഗിൾ ലൈനിൽ ഇങ്ങനെ പോകണം. ഏതെങ്കിലും ഒരു കുരിശ് വന്ന് മുമ്പിൽ പെട്ട പരിപാടി സ്റ്റക്കായി. ഓയിൽ പ്രൊഡക്ഷൻ കാനഡയുടെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഇൻകമാണ്. ഓയിൽ കൺട്രി റോഡ് ഇതൊക്കെയാണ് റോഡിങ്. എൻഡ്ലെസ്. ഒത്തിരി മഴ പെയ്യുന്ന സ്ഥലമാണോ സംശയം. നല്ല ക്ലിയർ ആയിട്ട് കാണാം, നല്ല മഴക്കാറും എന്താ സ്റ്റൈല് കാണാൻ. കാര്യം നല്ല വ്യൂ ആണ്. വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് വിസിബിലിറ്റിയാണ്. എത്ര ദൂരത്താണെങ്കിലും കണ്ണെത്താത്ത ദൂരത്ത് ഫാമിങ് തന്നെ ഫാം. All grain storage, full of grain storages, I think. Grazing എല്ലാം കഴിഞ്ഞ് പശുക്കൾ റെസ്റ്റ് എടുക്കുന്നതാണ്. Grain storage, more grain storages. അമ്മ
ഫോറസ്റ്റ് ഏരിയ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വലിയ ഹൈവേയിലൊന്നും വലിയ തിരക്കൊന്നുമില്ല, എന്നാലും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുക ഹൈവേ. ലാൻഡ്സ്കേപ്പ് എല്ലാം മാറി. ഇപ്പോൾ കൂടുതലും പൈൻ ട്രീസ് ഒക്കെ കണ്ടമാനം കാണാം. പല ടൈപ്പ് ഒരു മൗണ്ടനസ് ആംബിയൻസ് ആയി. It's our Japanese restaurant and we think that'll be our dinner. They have ramen. So we are going to eat some ramen. These are kind of noodles, I guess. So we are hitting the restaurant right now. So Pulri, what are you going to order? We decide. Decide. How about Winnie, you? I'm going to do like, oh, they have a bibimbap. Bibimbap, okay. I'll do a ramen. I want noodles. Yeah. Even I'm going to take some ramen bibimbap. noodles and let us see what else we can eat. Yep. അങ്ങനെ അനദർ ഈവനിങ്. ഇതിപ്പോൾ ഓൾറെഡി 10 മണിയായി കേട്ടോ. സണ്ണ് കണ്ണിലടിച്ചിട്ട് ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഏത് രാത്രി 10 മണി. സൺ 11 മണി 12 മണി വരെ സ്കൈയിലുണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. അലാസ്കയിൽ ഒരു രക്ഷയില്ല. എനിവേ, കണ്ടിന്യൂയിങ് ദ ഡ്രൈവ്, നത്തിങ് എക്സൈറ്റിംഗ് ആയിട്ടൊന്നുമില്ല. വെറും ഈ ഫാം അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ പാഡി ഫീൽഡ് പോലത്തെ എന്തെങ്കിലും. എന്നാൽ റൂട്ടിൽ എന്തെങ്കിലും അഡ്വഞ്ചർ ഉണ്ടോ അതുമില്ല. എല്ലാം കാലി അടിച്ച് കിടക്കുക. സോ വി ആർ ഗോണ ഗെറ്റ് ഇൻടു ബ്രിട്ടീഷ് കൊളംബിയ നൗ. ദാറ്റ് ഇസ് അനദർ, നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റ് പോലെ ഇവിടെ ദേ കോൾ പ്രോവിൻസ്. സോ അനദർ സ്റ്റേറ്റ് വിതിൻ കാനഡ. ഞങ്ങൾ ആൽബർട്ട വിട്ടു, ഇനി ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് കയറുകയാണ്. വെൽക്കം ടു 8. ഇപ്പം ഇവിടെ 1 മണിക്കൂർ പുറകിലാണ്. ഇനി അത് വേറൊരു പരിപാടി. ഇറ്റ് വാസ് 9:56. ഇപ്പം ഞങ്ങൾ ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് കയറിയപ്പം അത് 8:56 ആയി. 8:56 ഈവനിങ്. ഡോസൺ ക്രീക്കിലാണ് താമസിച്ചത് ഇന്ന്. ആ ഹോട്ടലിൻ്റെ ഇതെടുക്കാൻ പറ്റിയില്ല. സോ ഗുഡ് മോർണിംഗ് ഫോക്സ്. ഇന്ന് ഡേ തുടങ്ങുകയാണ്. ഒരു സ്റ്റാർബക്സിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഡ്രൈവ് തുടങ്ങുകയാണ്. ഞങ്ങൾ 3 പേരും കാപ്പിയൊക്കെ കുടിച്ച് ഫ്രഷ്. That is my elder one sitting there. Let's start the drive. Yukon territory. അങ്ങനെ ഞങ്ങള് തുടരുകയാണ്. ഇനിയിപ്പോൾ ഒരു 952 കിലോമീറ്റർ ഓടിക്കണം. അത് യൂക്കൺ ടെറിട്ടറി എന്ന് പറയും. ഇഷ്ടം പോലെ ഫാമേഴ്സ് ഈ ഏരിയയിലുണ്ട്. പക്ഷെ രസമാണ്, നല്ല കാം ക്വയറ്റാണ്. മോർണിംഗ് ഇപ്പോൾ ഇത്രയും സമയം 7:15 കാലത്ത് ഒരു മനുഷ്യൻ റോട്ടിലില്ല. നിറച്ച് പശുക്കളൊക്കെ ഇങ്ങനെ പുറത്ത് വെക്കണം. കുതിരകളെല്ലാവരും ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ പറ്റിയത് ഒരു 2 മാൻ ക്രോസ് ചെയ്തു റോഡിൽ കൂടെ. പടം എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അതിന് കൂടി രക്ഷപ്പെട്ടു. അപ്പോൾ ഈ 924 കിലോമീറ്റേഴ്സ് എപ്പോഴും ഓൾമോസ്റ്റ് 1000 കിലോമീറ്റർ ഉണ്ട്. അത് എപ്പോൾ ക്രോസ് ആവുന്നുള്ള അറിയില്ല. എനിവേ, വീണ്ടും കാണാം. ഞങ്ങൾ 3 പേരും തുടരുന്നു യാത്ര. എക്സ്ട്രീം ഗ്രേഡ്, അത് ഭയങ്കര ഇറക്കമുള്ള ഏരിയ ആണ് ഇതിപ്പോൾ. സ്നോ ഉള്ള സമയത്ത് ഇതുവഴി ചെയിനിട്ടേ വണ്ടി ഓടിക്കാവുള്ള നല്ല മെസ്സേജ് വന്നത്. ഇപ്പോൾ എന്താണ് ഇത്, ഗോൾജ എന്തായാലും പറയണത്, മലയുടെ ഇതിന് ഒരു ഫോർമേഷന് പേര് പറയും. എനിവേ, മണ്ണിടിയിലുള്ള സ്ഥലം കൂടിയാണ്. മണ്ണിടിയിലുള്ള സ്ഥലം, നല്ല ടേണിങ്ങും ഹെയർ പിൻ പോലെയുള്ള ബെൻഡുകളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങ് അകലെ ഉള്ള എന്തൊരു ഫാക്ടറീസ് ആണെന്നൊക്കെ അവിടെ. ബ്രിഡ്ജ് കാണാം, അവർ പറഞ്ഞില്ലേ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഒരു ബ്രിഡ്ജ് കാണാൻ അവിടെ അങ്ങ് ദൂരെ. ഈ ഇറക്കത്തിലുണ്ടല്ലോ, ഞാൻ ബ്രേക്ക് ചവിട്ടി പതുക്കെ ഇറക്കണം, അല്ലെങ്കിൽ ഭയങ്കര കുത്തനെയുള്ള ഇറക്കം ഇത്. ഒരു മെറ്റൽ സ്റ്റൈല് പാലാണ് ഇത്. റോഡല്ല ഇത് ശരിക്കും. എന്താണാവോ ഇങ്ങനത്തെ പാലമാക്കിയേക്കുന്നത്. ചിലപ്പോൾ ഈ സ്നോ വീണ് കഴിഞ്ഞാൽ താഴത്തേക്ക് പോകാനുള്ള കൺവീനിയൻസിനാകാൻ സാധ്യതയുണ്ട്. താഴത്തേക്ക് പോകുമ്പോൾ ഫുള്ള് തീ പിടിച്ച് ഇവിടെ മുഴുവൻ കത്തിയാണോ സംശയം. അന്ന് അകലേന്നേ കാണാം. ഏത് വർഷമാണെന്ന് അറിയില്ല, പക്ഷെ നല്ല ഒരു ഫോറസ്റ്റ് ഫയർ ഉണ്ടായിട്ടുണ്ട്.
കുറച്ചും കൂടെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോഴത്തേക്കും ഫയർ ശരിക്കും അഫക്ട് ചെയ്ത ഏരിയ ആണിത്. അങ്ങ് ദൂരെ കാണാം, അപ്പുറത്തെ മൗണ്ടൻ മുതൽ ഇങ്ങോട്ട് ഫയർ തുടങ്ങിയേക്കാണ്. അവിടെ അവിടെ നോക്കിയാൽ അങ്ങ് അകലെ ആ മൗണ്ടനിലും നിറച്ച് ഫയർ ഉണ്ടായിട്ടുണ്ട്. ക്യാമറ കൂടെ കാണാൻ പറ്റുന്നറിയില്ല. എന്തോ ഇൻട്രസ്റ്റിംഗ് ഈ സൈഡിലേക്ക് വന്നിട്ടില്ല, ആ സൈഡിലാണ് മുഴുവനും ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച്. റോഡ് ഫയർ ബ്രേക്ക് ഗ്യാസ് അടിക്കുന്ന സ്ഥലമാണ്, ഗ്യാസ് അടിക്കാൻ നിർത്തിക്കും. ഇത് കൺട്രി സൈഡ്, ഇവിടെ ഒരു ഗ്യാസ് സ്റ്റേഷനും ഉണ്ട്. പിന്നെ ഒരു എന്തോ സം കൈൻഡ് ഓഫ് ബിഗ് ബിൽഡിംഗ് അതൊന്നും എന്തെന്നാണെന്നറിയില്ല. അത് പക്ഷെ രസമാണ് കാണാനായിട്ട്. ഒരു മലയുടെ മുകളിൽ ഓൺ ദ വേ ഞങ്ങൾ വിചാരിച്ച് ഇത്തിരി ഗ്യാസ് ഫില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുളമാക്കണ്ട. നല്ല 2-3 ഹോൾസ് ഞങ്ങൾ ഗ്യാസ് സ്റ്റേഷൻ എടുത്ത് കണ്ടു. അപ്പോൾ പതുക്കെ നിങ്ങളെ കാണാമെന്ന് വിചാരിച്ചു വന്നാൽ വേറെ കണ്ടമാനമുണ്ട് ഇവിടെ, ധാരാളം ഹോൾസ്. നല്ല കൺട്രി സൈഡ്, നല്ല കിട്ടുന്ന സ്ഥലമാണ്. ഇത് രസമാണെന്ന് നോക്കിയാൽ നിങ്ങളെ കാണാനായിട്ട്. ഞങ്ങള് പിങ്ക് മൗണ്ടൻ എന്ന ഒരു സ്ഥലത്തൂടെ കടന്നു പോകണം. വിതിൻ ബ്രിട്ടീഷ് കൊളംബിയ. ഞങ്ങളൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ട് ഓടിച്ചിട്ടുള്ളൂ സോഫാർ. 2 മണിക്കൂർ. ആ ട്രീസ് തന്നെ ഒരു പ്രത്യേക സ്റ്റൈലായി മാറി. അവിടെ ഗ്യാസ് സ്റ്റേഷനിലുള്ള ആൾക്കാരും നല്ല തമാശയാണ്. അവർ ഭയങ്കര ഞങ്ങളുടെ അഡ്വൈസ് എങ്ങനെയാണ് പോകേണ്ടത്. നല്ല ആൾക്കാരാണ് ഇവിടുത്തെ, വെരി സ്വീറ്റ് പീപ്പിൾ. അതുകൊണ്ട് നിങ്ങൾ ധൃതി പിടിച്ച് പോകേണ്ട, സ്ഥലമൊക്കെ കണ്ട് പതുക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിച്ചു. ഗ്രേറ്റ്. പറയാനുണ്ട്, ഇത് രസമാണ് പോകാനായിട്ട്. ഇങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമേരിക്കയിൽ നിന്ന് അലാസ്കയ്ക്ക് പോകണമെങ്കിൽ ഈ റൂട്ടിൽ കൂടെ എത്ര പേര് ഉപയോഗിക്കേണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും എന്തോരം ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഓടിക്കാനാണ്. ഒരു മനുഷ്യരില്ല ഇവിടെ നിന്ന്, കാലിയാണ്, എല്ലായിടവും കാലിയാണ്. ഞങ്ങൾ മാപ്പിലെ ഡിസ്റ്റൻസ് നോക്കായിരുന്നു. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്, ഡോസൺ ക്രീക്ക്. ഞങ്ങൾക്ക് പോകേണ്ടത് ഇവിടെയാണ്, യൂക്കോൺ ടെറിട്ടറിയുടെ ബോർഡറിലുള്ള വാട്സൺ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിർത്തി പിങ്ക് മൗണ്ടനിൽ. ഇപ്പം ഞങ്ങളത് ഫോർട്ട് നെൽസൺ എത്താൻ പോകുന്നു. So Pulari is enjoying her that cinnamon. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ നിർത്തി സിനബഡ് മേടിച്ചു. ടെസ്റ്റ റിവർ ലോഡ്ജ്. അതിൻ്റെ ഇവിടുത്തെ ഗ്യാസിൻ്റെ മെഷീനൊക്കെ കണ്ടിട്ട് കണ്ണുള്ളി പോകട്ടോ. പഴയ ടൈപ്പ് സാധനമാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പഴയ ടൈപ്പ് ഗ്യാസ്. ഇങ്ങനെ സ്വിച്ച് ഓൺ ആക്കണം, എന്നിട്ട് റൺ ചെയ്യണം. ലോഡ്ജിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലൈക്കിനോ ഇറ്റ്സ് വെരി റിമോട്ടാണ്, ഭയങ്കര റിമോട്ട് ലൊക്കേഷനാണിത്. ഇനി ഇവിടുന്ന് ഗ്യാസ് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ 200 കിലോമീറ്റർ അപ്പുറത്തേ പറ്റില്ല. 200 കിലോമീറ്റർ എന്ന് വെച്ചാൽ ഒരു 120 മൈൽസ്. ഇറ്റ്സ് കോൾഡ് സ്റ്റോൺ മൗണ്ടൻ സമ്മിറ്റ്. ഇതിപ്പോൾ ഞങ്ങൾ ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്ന് യൂക്കോൺ ടെറിട്ടറിയിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള വ്യൂ ആണ്. തൊട്ടടുത്ത് മൗണ്ടൻ തൊട്ടടുത്താണ്. ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടുത്തെ. ഞങ്ങളെല്ലാം പടം എടുക്കാനുള്ള തിരക്കിലാണ്. ഇപ്പം ട്രാഷ് കണ്ടില്ല, ഇങ്ങനെയാണ് ഇവർ വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ബേഴ്സ് വന്ന് തുറന്ന് അതിൻ്റെ അകത്ത് സാധനം എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കച്ചറകൾ നമ്മൾ അവിടെ ഇവിടെ ഒന്നും ഇടരുത്, ഇതിൻ്റെ അകത്തുകൊണ്ട് ഇടണം. ഇതിങ്ങനെ തുറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ട്, ഇത് ലോക്ക്ഡാണ്. പുഷ് ചെയ്യണം, ഉള്ളിലിങ്ങനെ കൈ ഇട്ടിട്ട് തള്ളിയാൽ അതിൻ്റെ ലോക്ക് കൊടുക്കുന്നത്. മുകളിൽ നല്ല ഐസായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള മൗണ്ടനിൽ നിറച്ച് സ്നോയാണ് ഇപ്പോഴും. സമ്മർ തുടങ്ങി എന്ന് പറയാം, പക്ഷേ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഒരു റെയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂസാണ്. ഇപ്പോൾ ഇത് മൗണ്ടൻസ് ആണ്, ഇത് ഫുൾ റോക്കി മൗണ്ടനാണ്. ഇത് കാണാൻ മുഴുവൻ ഫുൾ റോക്കാണ്. ഉണ്ട്, ചെറിയ ചെറിയ വെജിറ്റേഷൻ ഉണ്ട്, എന്നാലും ഭയങ്കര ഡീപ്പാണ്. ഇതാണല്ലോ ഇങ്ങനെ നമ്മൾ കാശ്മീരിൽ പോണ പോലെയാണ്. ഒരു മലയുടെ സൈഡിലാണ് റോഡ്. ഇത് മറ്റേ കല്ല് വീണ് കഴിഞ്ഞാൽ നമ്മൾ പപ്പടപ്പരി പോകും ഉറപ്പാണ്. കാര്യം അതിന് മാത്രം കല്ല് വീണ ഒരു ഏരിയയാണിത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ലേക്ക് കണ്ടോ താഴത്ത്, വെള്ളം വറ്റി കിടക്കുകയാണ്. എന്നാലും നന്നായിട്ട്
കാണാം. ഈ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് പച്ചപ്പില്ലേ, അത് ആസ്പിൻ ട്രീസ് ആണ്. പിന്നെ ഇടയ്ക്ക് ഡാർക്ക് പച്ചായിട്ട് പൈൻ ട്രീസ് ആണ്. Manchole Lake. Yeah, Mancho Lake. Mancho Lake. അപ്പോൾ ഈ ലേക്കിൻ്റെ നേരത്തെ കണ്ട ലേക്കിൻ്റെ വേറൊരു ചേട്ടനാണ്. പക്ഷെ ഇവിടെ എന്തോ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു പ്ലെയിൻ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അൽറ ബോട്ട് വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ഒരു നമ്മുടെ കശ്മീർ ആണ്. കാശ്മീരല്ല, കശ്മീർ. ഓക്കെ. ഇവിടുത്തെ ഒരു നേറ്റീവ് അനിമലാണ് ഇത്. നമ്മുടെ കാട്ടുപോത്ത്. നമ്മളിപ്പോൾ ഇടുക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം കാട്ടുപോത്തിനെ കാണില്ല. അത് തന്നെ അതിൻ്റെ ഒരു വേർഷനാണ്. പക്ഷേ ഇവിടുത്തെ തണുപ്പുള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര രോമം ഉണ്ടാകും. ഇനിയിപ്പോൾ രോമമൊക്കെ പൊഴിയണ സമയമാണ്. അതൊന്ന് കാണാൻ നിർത്തുകയാണ്. ബൈസൺ. ഇവിടെ ബൈസൺ എന്നാണ് എൻ്റെ ബീറ്റിനൊക്കെ. ഇതിപ്പം വൈൽഡാണ്. ഇവിടെ ഫാമിങ്ങും ഉണ്ട് ഈ നാട്ടിൽ. ബൈസൺ ഫാമിംഗ് ഉണ്ട്. പക്ഷേ ഇത് വൈൽഡാണ്. വൈൽഡ് ബൈസൺസാണ്. ഇങ്ങനെ ഹേർഡ് കുറച്ച് പേരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഒരാളെ മാത്രമേ നമ്മുടെ അടുത്ത് കാണുള്ളൂ. അതൊക്കെ എൻ്റെ മേത്തൊരു ബേർഡ് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് എടുത്താണ് ഞാൻ. വേണ്ട, ഒരു ബേർഡ് ഇരിക്കുന്നുണ്ട്, കറുത്ത ബേർഡ്. അവനെന്തോ ക്ലീനപ്പ് എടുത്തുണ്ട്. ട്രാഫിക് ജാം. ബൈസൺ വർക്ക് കഴിഞ്ഞ് പോണ സമയമാണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ബേറിനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ നിർത്തിയാണ്. ഇല്ല, ഇവിടെ നിന്ന് എന്തോ അടിച്ചു പറിച്ച് നിന്നുണ്ട്. എനിവേ, അതും ഒരു വ്യൂ. അപ്പോൾ ബൈസൺ കഴിഞ്ഞു, ബേർ കഴിഞ്ഞു, പുള്ളി അങ്ങനെ എന്തോ അടിച്ചു പറിക്കണ്ട അവിടെ നിന്ന്. എന്താണാവോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. ആഹാരം ചോദിച്ചപ്പം അയാളുടെ കുക്കിനെ അയാൾ കഴിഞ്ഞ ദിവസം ഫയർ ചെയ്തു. അതുകൊണ്ട് പുള്ളിക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല അത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങളുടെ അടുത്ത് ചെറിയൊരു കുക്കും പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ മാഗി നൂഡിൽസ് അടിക്കാൻ. ഇവിടുന്ന് ഒരു 2 മണിക്കൂറും കൂടെ ഓടിക്കണം, എന്നാലേ അവിടെ എത്തുള്ളൂ അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ കഴിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു. നൂഡിൽസ് നമ്മുടെ അവസാനം മാഗി നൂഡിൽസ് ടു ദ റെസ്ക്യൂ. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, കാലത്തൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. So, Maggi noodles to the rescue. Fresh noodles, yeah? Fresh. All are enjoying their fresh noodles. So, yeah, ഞങ്ങളിതിനു മുമ്പ് സ്പീഡിഷ് ട്രക്ക് ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സ്പീഡി സിംഗ് ധാബ. അവിടെ നിന്ന് മേടിച്ച നൂഡിൽസാണ്. അതിപ്പോൾ റെസ്ക്യൂ ചെയ്ത് ഞങ്ങൾ, അല്ലെങ്കിൽ ലഞ്ചിന് ഒന്നും കഴിക്കാനുണ്ടാവില്ലായിരുന്നു. യൂക്കോൺ ടെറിട്ടറിയിലേക്ക് കയറി ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്ന്. ഇത്തിരി ഇപ്പോൾ ബ്രിഡ്ജ് തിരിച്ച് ഞങ്ങൾ ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് കയറി. അത് അങ്ങനെ ഒരു മാപ്പ് അങ്ങനെയാണ്, ഒന്ന് കയറി ഇറങ്ങിയാൽ മതി. അപ്പോൾ തിരിച്ച് ഞങ്ങളിപ്പോൾ ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് കയറി, യൂക്കോണിൽ കയറി, ബ്രിട്ടീഷ് കൊളംബിയ കയറി, തിരിച്ച് ഞങ്ങൾ യൂക്കോണിലേക്ക് വീണ്ടും കയറി. ഇവിടുന്നൊരു 60-70 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഇനി ഞങ്ങൾ താമസിക്കുന്ന ബുക്ക് ചെയ്തേക്കുന്ന
യൂക്കോണിലേക്ക് കയറിയത്. അടുത്ത ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്ന് പുതിയ പ്രോവിൻസാണ് കാനഡയുടെ. യൂക്കോണിലേക്ക് കയറി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് അധികം ദൂരം ഇല്ല, 87 എങ്ങാണ്ടുള്ളൂ. ഇപ്പോൾ 68 ആയി, 968 ആയി. 987 നമ്മുടെ ഹോട്ടൽ. ഞാൻ അങ്ങോട്ട് എത്തുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും നല്ല പട്ടാപ്പകൽ 5:02 ആയിട്ടുള്ളൂ. ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത്, ബിഗ് ഹോൺ ഹോട്ടൽ. ഇവിടെ ആൻഡ്രിയാസിനോട്ട് അടുത്തുള്ള ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയത്. അത് ഓൺ ബൈ ഒരു ഇന്ത്യക്കാരനാണ്, അത് മുതലാളി തന്നെ. ഇതാണ് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ പോയത്. ഇതാണ് അവരുടെ മോട്ടൽ ആൻഡ്രിയാസ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കലൊക്കെ പറയും, പക്ഷെ അവൻ നാട്ടുകാരനാണ്. ഇതാണ് ഇവിടുത്തെ വേറൊരു ഇവിടെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നതെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്ത് വേറൊരു മോട്ടൽ, ഒരു ചെറിയൊരു ലൊക്കേഷൻ, ചെറിയ ഡ്രസ്സിലൊക്കെ ഉണ്ട്. ഐ തിങ്ക് എന്തോ ഗവൺമെൻറ് ഓഫീസാണ് കാണുന്നത്.